Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13-നാണ് നടക്കാൻ പോകുന്നത്. സോ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലാസ്റ്റ് 2 ദിവസങ്ങളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം KFC അസിസ്റ്റന്റ് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡ് ആക്സസ് ചെയ്യാം. MCQ പ്രാക്ടീസ് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അതുമാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 100 സ്റ്റുഡൻസിന് ഓഫർ പ്രൈസിലാണ് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2500 രൂപ മാത്രമാണ് വരുള്ളൂ. സോ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഡിസ്കഷനിലോട്ട് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 11 FM-ൽ നിന്നാണ്. ഇൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ദി ഫേം വിൽ ബി അറ്റ് നമ്പർ 1 മാക്സിമം, നമ്പർ 2 മിനിമം, നമ്പർ 3 ലോ, ദെൻ നൺ ഓഫ് ദീസ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ദി ഫേം എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ മിക്സ്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് കടം മേടിച്ചിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓൺ ഇക്വിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. സോ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിലാണോ നമ്മുടെ വാല്യൂ ഓഫ് ദി ഫേം എന്ന് പറയുന്നത് മാക്സിമം ലെവലിലോട്ട് എത്തുന്നത്? ആ ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ? ഏത് ഡെറ്റ് ഇക്വിറ്റി മിക്സ്ചറിലാണോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറഞ്ഞ ഡെറ്റ് ഇക്വിറ്റി മിക്സ്ചറാണ്. സോ ഏത് ഡെറ്റ് ഇക്വിറ്റി മിക്സ്ചറിലാണോ വാല്യൂ ഓഫ് ദി ഫേം മാക്സിമം ആയിട്ട് നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, സോ ആ ഒരു ലെവലിൽ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും മിനിമം ആയിരിക്കും, ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കും. ഓക്കെ, ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പം എത്രത്തോളം കടം മേടിക്കാം, എത്രത്തോളം നമ്മുടെ ഓൺ ഫണ്ട് വയ്ക്കാം, അതിൻ്റെ ഒരു കറക്റ്റ് പ്രപ്പോർഷൻ, അതാണ് ഈ സംഭവം കേട്ടോ. സോ ആ കറക്റ്റ് പ്രപ്പോർഷൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ഏറ്റവും ടോപ്പിൽ നിൽക്കുക, മാക്സിമം നിൽക്കുക. ഓക്കെ, നമ്പർ 12 ദി പ്രോസസ് ഓഫ് ബൈയിങ് സെക്യൂരിറ്റീസ് ഇൻ എ മാർക്കറ്റ് വെർ പ്രൈസ് ഈസ് ലോ ആൻഡ് സെല്ലിംഗ് വെർ ഇറ്റ് ഈസ് ഹൈ ഈസ് നോൺ ആസ്. എന്താ സംഭവം? ദി പ്രോസസ് ഓഫ് ബൈയിങ് സെക്യൂരിറ്റീസ്, ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റീസ് ലോ പ്രൈസിന് മേടിച്ച് അറ്റ് ദി സെയിം ടൈം വേറൊരു മാർക്കറ്റിൽ അത് ഹൈ പ്രൈസിന് വിറ്റ് അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? നമ്പർ 1 സ്പെക്കുലേഷൻ, ദെൻ ഹെഡ്ജിങ്, ആർബിട്രേജ്, നൺ ഓഫ് ദിസ്. അതിനെയാണ് നമ്മൾ ആർബിട്രേജ് പ്രോസസ് എന്ന് പറയാം. എന്താണ്? അറ്റ് ദി സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റീസ് കുറവ് പ്രൈസിന് മേടിച്ച് വേറൊരു മാർക്കറ്റിൽ ആ ഒരു സെയിം ടൈമിൽ തന്നെ കൊണ്ടുപോയി വിറ്റ് റിസ്ക് ഫ്രീ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടിനെയാണ് നമ്മൾ ആർബിട്രേജ് എന്ന് പറയാം. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ഡാഷ് ഈസ് എ മെത്തേഡ് കോമൺലി യൂസ്ഡ് ടു ലോവർ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ഷെയർസ് ബിലോങ്ങിങ് ടു ഈച്ച് ഷെയർ ഹോൾഡർ. എന്താ സംഭവം? മാർക്കറ്റ് പ്രൈസ് ലോവറിലോട്ട് പോകുന്നു, ദെൻ നമ്പർ ഓഫ് ഷെയർസ് കൂടുന്നതിലൂടെ ഓരോ ഷെയർ ഹോൾഡറിൻ്റെയും അതിനെ പറയുന്ന ആ മെത്തേഡിനെ പറയുന്ന പേരെന്താണ്? ഇതാണ് സംഭവം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1000 ഷെയർസാണ് ടോട്ടലുള്ള ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. സോ ഇവിടെ ഓരോ ഷെയർ ഹോൾഡറുടെ കയ്യിലിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ നിൽക്കുക. അതിലൂടെ മാർക്കറ്റ് പ്രൈസ് ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ കുറയും. അപ്പോൾ 1000 ഷെയറിന് പകരം അതെന്തായി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10000 ഷെയറായിട്ട് കൂടി. ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന നമ്പർ ഓഫ് ഷെയർസ് അതിൻ്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കുറയും ഇല്ലേ? ഇപ്പോൾ 1000 എന്നുള്ളത് നമ്മൾ 10,000 ആക്കി നിൽക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ വാല്യൂ എത്രയാ?
1000 ഉള്ള സമയത്ത് 1000 ഇൻറ്റു 100 1 lakh ആണ്. 1 lakh 1,00,000. ദെൻ 10,000 ഷെയർസ് ആയിട്ട് ഇത് കൂട്ടി, അപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ ഇത്രയായിട്ട് മാറും, 10 രൂപയായിട്ട് മാറും. മാർക്കറ്റ് പ്രൈസ് കുറയും. ബട്ട് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ് വരിക? 1 lakh തന്നെയാണ് വരിക. ഈ പരിപാടിനെ പറയുന്ന പേരെന്താണ്? അതിനാണ് പറയുക നമ്മൾ സ്റ്റോക്ക് സ്പ്ലിറ്റ്. അതിനാണ് പറയുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഉള്ള 1000-നെ നമ്മൾ 10,000 ആക്കി മാറ്റി, അപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ 100-ൽ നിന്ന് 10 ആയിട്ട് കുറഞ്ഞു. ടോട്ടൽ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. അതിനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. ഡാഷ് ഈസ് ദി ലെവൽ ഓഫ് ഇൻവെൻട്രി അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ഈസ് മിനിമൽ. അപ്പോൾ ഇൻവെൻട്രി കോസ്റ്റ് ഏറ്റവും മിനിമൽ പോയിന്റിൽ വരുന്നത് എപ്പോഴാണ്? ഇതാണ് ചോദ്യം. ഏത് ലെവലിലാണ്? നമ്പർ 1 റീ ഓർഡർ ലെവൽ, ദെൻ മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ദെൻ EOQ. ഈസി അല്ലേ? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എന്താണ് EOQൻ്റെ കൺസെപ്റ്റ്? ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഏറ്റവും മിനിമം ലെവലിലോട്ട്, ഏറ്റവും കുറവ് ലെവലിലോട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? EOQ. ആ ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുക. എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റും അതുപോലെ തന്നെ ഹോൾഡിംഗ് കോസ്റ്റും ഏറ്റവും കുറവ് ലെവലിലോട്ട് വരുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുക. സോ ഇവിടെ ഏത് ആൻസർ വരിക? EOQ ആണ്. ഓക്കെ, ഏറ്റവും മിനിമം ലെവലിലോട്ട് വരുന്ന ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ആൻഡ് ഫൈനലി ക്വസ്റ്റ്യൻ നമ്പർ 15. ഡാഷ് ഈസ് ദി മെഷർ ഓഫ് എ ടോട്ടൽ റിസ്ക് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ടോട്ടൽ റിസ്കിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇത് ഈ താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്പർ 1 ഫിനാൻഷ്യൽ ലിവറേജ്, ദെൻ ഓപ്പറേറ്റിംഗ്, കമ്പൈൻ, ഓൾ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരാ? ഈസി, കമ്പൈൻ ലിവറേജ് ആണ്. കമ്പൈൻ ലിവറേജിലാണ് ടോട്ടൽ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെയും ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെയും മിക്സ് ആണ് കമ്പൈൻ ലിവറേജ്. അപ്പോൾ ടോട്ടൽ റിസ്ക് നമുക്കറിയണമെങ്കിൽ കമ്പൈൻ ലിവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സസ് നമ്മൾ പരമാവധി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.